എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. കനവായി നീ വന്നു. നാനി ശൈലേഷ് കോലാനു ചിത്രം ഹിറ്റ് 3 ആദ്യ ഗാനം പുറത്ത്. തെലുങ്ക് സൂപ്പർ താരം നാനിയുടെ 32ാമത് ചിത്രം ഹിറ്റ് 3യിലെ ആദ്യ ഗാനം പുറത്ത്. കനവായി നീ വന്നു എന്ന വരികളോടെ തുടങ്ങുന്ന ഗാനം ആലപിച്ചത് അദീഫ് മുഹമ്മദ്. വരികൾ രചിച്ചത് കൈല ഋഷി. മിക്കി ജെ മേയറാണ് ഈ ചിത്രത്തിൻ്റെ ഈണം പകർന്നത്. നേരത്തെ റിലീസ് ചെയ്ത ചിത്രത്തിൻ്റെ ടീസറും സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരുന്നു. നാനി അവതരിപ്പിക്കുന്ന അർജുൻ സർക്കാർ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ടീസർ സർക്കാരിൻ്റെ ലാത്തി എന്ന പേരോടെയാണ് പുറത്തു വന്നത്. ഡോക്ടർ ശൈലേഷ് കോലാനു സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിക്കുന്നത് വാൾ പോസ്റ്റർ സിനിമയുടെ ബാനറിൽ പ്രശാന്തി ത്രിപുർണിയനിക്കൊപ്പം നാനിയുടെ യുനാനിമസ് പ്രൊഡക്ഷനും ചേർന്നാണ്. 2025 മെയ് 1 ചിത്രം ആഗോള റിലീസായി എത്തും. ശ്രീനിധി ഷെട്ടിയാണ് ചിത്രത്തിലെ നായിക. നാനിയും ശ്രീനിധി ഷെട്ടിയും ഒന്നിക്കുന്ന മനോഹര പ്രണയഗാനമായാണ് കനവായി നീ വന്നു ഒരുക്കിയിരിക്കുന്നത്. മലയാളം കൂടാതെ തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലും ഗാനം റിലീസ് ചെയ്തിട്ടുണ്ട്. പോലീസ് ഫോഴ്സിനെ ഒന്നാകെ അലട്ടുന്ന ഒരു കൊലപാതക പരമ്പര അന്വേഷിക്കാൻ എത്തുന്ന നായക കഥാപാത്രമായാണ് നാനി ഇതിലെത്തുന്നത്. നാനിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ഹൈപ്പുള്ള ചിത്രം കൂടിയാണ് ഹിറ്റ് 3. വമ്പൻ ബഡ്ജറ്റിൽ മികച്ച സാങ്കേതിക സംഘത്തിൻ്റെ പിന്തുണയോടെ ഒരു ഗംഭീര സിനിമാനുഭവം നൽകാനുള്ള ഒരുക്കത്തിലാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ ശൈലേഷ് കോലാനു. യമേ താടി യലോഹ ചിത്രീകരണം തുടങ്ങി. നിരവധി ടെലിഫിലിമുകളിലൂടെ ശ്രദ്ധേയനായ അർജുൻ കാവനാൽ രചനയും സംവിധാനവും നിർവഹിക്കുന്ന യമേ താടി യലോഹ എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം കോട്ടയം കിടങ്ങൂരിൽ ആരംഭിച്ചു. ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന വ്യത്യസ്തമായൊരു ഹൊറർ ചിത്രമാണിത്. ഒരു ഗ്രാമത്തിലെ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട ശക്തമായ കഥ വ്യത്യസ്തമായ അവതരണ ഭംഗിയോടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ തയ്യാറാവുകയാണ് സംവിധായകൻ. ഗ്രാമത്തിലെ റോഷൻ എന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലൂടെ നീങ്ങുന്ന ചിത്രം ഗ്രാമത്തിലെ അത്ഭുത കാഴ്ചകളിലൊന്നായാണ് എത്തുന്നത്. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ചിത്രത്തിലുള്ളത്. ഷാറുഖ് ഖാൻ നായകനായ ജവാൻ എന്ന സൂപ്പർ ഹിറ്റ് ഹിന്ദി ചിത്രത്തിന് ശേഷം ടോളിവുഡിലെ സൂപ്പർ താരം അല്ലു അർജുൻ നായകനായ ചിത്രമാണ് ആറ്റ്ലി സംവിധാനം ചെയ്യാൻ പോകുന്നത്. ആറ്റ്ലി സംവിധാനം ചെയ്ത മെർസൽ, ബിഗിൽ, ജവാൻ എന്നീ ചിത്രങ്ങളെപ്പോലെ തന്നെ ഈ സിനിമയിലും നായകനായ അല്ലു അർജുൻ 2 വേഷങ്ങളിൽ എത്തുമെന്നാണ് പറയപ്പെടുന്നത്. തമിഴ് സിനിമയിലെ വമ്പൻ ബാനറുകളിലൊന്നായ സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം അല്ലു അർജുൻ്റെ ജന്മദിനമായ ഏപ്രിൽ 8 പുറത്തിറങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഘട്ടത്തിലാണ് ചിത്രത്തിൽ അഭിനയിക്കുന്ന നായികയെക്കുറിച്ചുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് പ്രശസ്ത ബോളിവുഡ് നടി പ്രിയങ്ക ചോപ്രയെ ചിത്രത്തിൽ നായികയാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. മാജിക് ഫ്രെയിംസിൻ്റെ 40ാമത് ചിത്രം ബേബി ഗേൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. മലയാള സിനിമയിൽ നവതരംഗ സിനിമകളൊരുക്കി പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വാധീനമുളവാക്കിയ നിർമ്മാണ സ്ഥാപനമാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഉടമസ്ഥതയിലുള്ള മാജിക് ഫ്രെയിംസ്. മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന 40ാമത് ചിത്രമായ ബേബി ഗേൾ ഏപ്രിൽ 2 ബുധനാഴ്ച തിരുവനന്തപുരത്ത് വിപുലമായ ചടങ്ങുകളോടെ ആരംഭിച്ചു. മാജിക് ഫ്രെയിം നിർമ്മിച്ചു മികച്ച വിജയം നേടിയ ഗരുഡൻ എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ അരുൺ വർമ്മയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. നവസിനിമകളുടെ തിരക്കഥാകൃത്തെന്ന് വിശേഷിപ്പിക്കുന്ന ബോബി സഞ്ജയ് ടീമാണ് ചിത്രത്തിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. മാജിക് ഫ്രെയിംസിന് വേണ്ടി ബോബി സഞ്ജയ് തിരക്കഥ ഒരുക്കുന്ന 3ാമത് ചിത്രമാണിത്. ആദ്യ ചിത്രമായ ട്രാഫിക്, ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രങ്ങളാണ് മുൻ ചിത്രങ്ങൾ. ഇമോഷണൽ ത്രില്ലർ ജേണറിൽ അവതരിപ്പിക്കുന്ന ചിത്രമെന്ന് മാത്രമേ അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തെക്കുറിച്ച് തൽക്കാലം വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അഭിനയ രംഗത്ത് ഒപ്പം നിരവധി കൗതുകങ്ങളും സസ്പെൻസുകളും ഈ ചിത്രത്തിൻ്റെ പിന്നിലുണ്ട്. പിറകെ അതെല്ലാം പുറത്തുവിടുമെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കി. മരണമാസ് ചിരിയും ചിന്തയും നൽകിയ ട്രെയിലർ പുറത്ത്. ചിരിക്കാനും ചിന്തിക്കാനും ധാരാളം വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് മരണമാസ് എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തുവിട്ടിരിക്കുന്നു. റിപ്പർ ചന്ദ്രൻ എന്ന സീരിയൽ കൊലപാതകയ്ക്ക് ശേഷം കേരളത്തിൽ നടക്കുന്ന സീരിയൽ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിലൂടെ അരങ്ങേറുന്ന ഈ ചിത്രം പൂർണ്ണമായും ഡാർക്ക് ഹ്യൂമറിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. നവാഗതനായ ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് അകമ്പടിയോടെ ഏപ്രിൽ 10 പ്രദർശനമെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ട്രെയിലർ പുറത്തുവിട്ടിരിക്കുന്നത്. കഥയുടെ പുതുമയിലും കഥാപാത്രങ്ങളുടെ രൂപങ്ങളിലെ കൗതുകങ്ങളുമായി മരണമാസ് ക്ലീൻ എൻ്റർടൈനറായിട്ടാണ് അവതരണം. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബേസിൽ ജോസഫ് മരണമാസിലൂടെ പ്രേക്ഷകരെ ഏറെ വിസ്മയിപ്പിക്കുമെന്നത് തീർച്ച. അത്തരം ചില കൗതുകങ്ങൾ ധാരാളമായുള്ള ഒരു കഥാപാത്രം തന്നെയാണ് ബേസിലിൻ്റേത്. ടൊവിനോ തോമസ് പ്രൊഡക്ഷൻസ്, റാഫേൽ ഫിലിം പ്രൊഡക്ഷൻസ്, വേൾഡ് വൈഡ് ഫിലിംസ് എന്നീ ബാനറുകളിൽ ടൊവിനോ തോമസ്, റാഫേൽ പൊഴാലിപ്പറമ്പിൽ, തൻസീർ സലാം, ടങ്സ്റ്റൺ തോമസ് എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. സുരേഷ് കൃഷ്ണ, ബാബു ആൻ്റണി, സജു സണ്ണി, രാജേഷ് മാധവൻ, പുലിയാനം പൗലോസ് എന്നിവരും പ്രധാന താരങ്ങളാണ്. അനിഷ്മ ശിവകുമാറാണ് നായിക.
ഉർവശി നായികയാകുന്ന പാൻ പഞ്ചായത്ത് ചിത്രം എൽ ജഗദമ്മ 7ാം ക്ലാസ് ബി മെയ് 2-ന് തിയേറ്ററുകളിലേക്ക്. എവർ സ്റ്റാർ ഇന്ത്യൻസിൻ്റെ ബാനറിൽ പ്രശസ്ത ചലച്ചിത്ര താരം ഉർവശി, ഫോസിൽ ഹോൾഡിംഗ് എന്നിവർ നിർമ്മിക്കുന്ന എൽ ജഗദമ്മ 7ാം ക്ലാസ് ബി മെയ് 2-ന് തിയേറ്ററുകളിലേക്ക് എത്തും. ഉർവശിയുടെ ഭർത്താവായ ശിവാസ് കഥ, തിരക്കഥ, സംഭാഷണം എഴുതി സംവിധാനം ചെയ്യുന്നു. എൽ ജഗദമ്മ 7ാം ക്ലാസ് ബി സിനിമയുടെ പേരിലെ കൗതുകവും ഉർവശിയുടെ കേന്ദ്ര കഥാപാത്രവുമാണ് ഈ ചിത്രത്തിൻ്റെ പ്രധാന ആകർഷണ ഘടകം. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി അവരുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ അവതരിപ്പിക്കുന്ന സ്ത്രീപക്ഷ സിനിമയായ എൽ ജഗദമ്മ 7ാം ക്ലാസ് ബിയിൽ കലേഷ് അമാനന്ദ്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, രാജേഷ് ശർമ്മ, കിഷോർ, നോബി, VK ബൈജു, രശ്മി അനിൽ, ശൈലജ, അംബു, ജിബിൻ, ഗോപിനാഥ്, അഞ്ജലി സത്യനാഥ് എന്നിവരോടൊപ്പം 50-ലധികം പുതുമുഖങ്ങളും ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. ഗ്ലാമറിൻ്റെ അതിപ്രസരമില്ലാതെ സാരിയിൽ തിളങ്ങാൻ ആരാധ്യ ദേവി. ചോരയും കലിപ്പും നിറച്ച RGB പടം നാളെ സ്ക്രീനിലെത്തുന്നു. മലയാളിയായ ആരാധ്യ ദേവി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം ഏപ്രിൽ 4-ന് റിലീസ് ചെയ്യും. ബോളിവുഡ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ അവതരിപ്പിക്കുന്ന സാരി എന്ന ചിത്രത്തിൻ്റെ മലയാളം ട്രെയിലർ പുറത്തിറക്കി. മലയാളിയായ ആരാധ്യ ദേവിയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഗിരി കൃഷ്ണ കമൽ സംവിധാനം ചെയ്യുന്ന ചിത്രം രവി വർമ്മയാണ് നിർമ്മിക്കുന്നത്. അമിതമായ സ്നേഹം ഭയാനകമായും എന്നതാണ് ഈ ചിത്രത്തിൻ്റെ ടാഗ് ലൈൻ. സാരി ചുറ്റിയ യുവതിയോട് ഒരു യുവാവിന് തോന്നുന്ന അടങ്ങാത്ത അഭിനിവേശം പിന്നീട് അപകടകരമായി മാറുന്നതിൻ്റെ കഥയാണ് പറയുന്നത്. AI സംഗീതം മാത്രമുള്ള പാട്ടുകളും പശ്ചാത്തല സംഗീതവുമാണ് ഈ RGB ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സത്യ യാദവ് അവതരിപ്പിക്കുന്ന കഥാപാത്രം സാരി ചുറ്റിയ ഒരു യുവതിയെ കാണുന്നു. ആരാധ്യ ദേവി അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രത്തെ അയാൾ പിന്തുടരുകയും അവളോടുള്ള വികാരം അപകടകരമായി മാറുന്നതുമാണ് സാരി എന്ന ചിത്രം പറയുന്നത്. RGB നടത്തിയ കോർപ്പറേറ്റ് സെലക്ഷനിലൂടെയാണ് ആരാധ്യ ദേവി എന്ന ശ്രീലക്ഷ്മി സതീഷ് ഈ ചിത്രത്തിലേക്ക് എത്തുന്നത്. ഏപ്രിൽ 4-ന് ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം എന്നീ ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യും. സ്നേഹം മൂവീസ്, സൻഹ സ്റ്റുഡിയോ റിലീസ് എന്നിവർ ചേർന്നാണ് ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത്. തമിഴ് സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളായ ധനുഷ് ഇപ്പോൾ ഇഡലി കടൈ, കുബേര എന്നീ തമിഴ് ചിത്രങ്ങളിലും തേരെ ഇസ്ക് മെയിൻ എന്ന ഹിന്ദി ചിത്രത്തിലുമാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രങ്ങളുടെ ചിത്രീകരണം അവസാന ഘട്ടത്തിലാണ്. അതിനുശേഷം തമിഴിൽ പുറത്തു വന്ന സൂപ്പർ ഹിറ്റായ പോർ തൊഴിൽ എന്ന ചിത്രം സംവിധാനം ചെയ്ത വിഘ്നേഷ് രാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ധനുഷ് അഭിനയിക്കാനിരിക്കുന്നത്. ഈ ചിത്രം നിർമ്മിക്കുന്നത് തമിഴിലെ വൻ ബാനറുകളിലൊന്നായ ഐശ്വരി ഗണേഷിൻ്റെ വേൽസ് ഫിലിം ഇൻ്റർനാഷണലാണ്. ഈ ചിത്രത്തിൽ ധനുഷിനൊപ്പം നായികയെ അഭിനയിക്കുന്നത് മമിത ബൈജുവാണ്. അതുപോലെ അർജുൻ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ചിത്രത്തിൽ വില്ലനായി അഭിനയിക്കാനിരിക്കുന്ന നടനെക്കുറിച്ചുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രം അവതരിപ്പിക്കുന്നത് ജയറാമാണ്. ഇത് സംബന്ധിച്ച കരാറിൽ അദ്ദേഹം ഒപ്പിട്ടു എന്ന റിപ്പോർട്ടുണ്ട്. സൂര്യ ചിത്രം റെട്രോയുടെ കേരള വിതരണാവകാശം വൈഗ മെറിലാൻഡ് റിലീസ് കരസ്ഥമാക്കി. കാർത്തിക് സുബ്ബരാജ സംവിധാനം ചെയ്യുന്ന സൂര്യ ചിത്രം റെട്രോയുടെ കേരളത്തിലെ വിതരണാവകാശം മലയാളത്തിൻ്റെ അനശ്വര നിർമ്മാതാവ് P. സുബ്രഹ്മണ്യത്തിൻ്റെ ചെറുമകൻ സെന്തിൽ സുബ്രഹ്മണ്യൻ നേതൃത്വം നൽകുന്ന വൈഗ മെറിലാൻഡ് റിലീസ് കരസ്ഥമാക്കി. 82ഓളം സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള മെറിലാൻഡ് സ്റ്റുഡിയോസ് വൻ തുകയ്ക്കാണ് റെട്രോയുടെ കേരളത്തിലെ വിതരണാവകാശം കരസ്ഥമാക്കിയത്. പൂജ ഹെഗ്ഡെ നായികയായി എത്തുന്ന റെട്രോയിൽ മലയാളി പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായ ജോജു ജോർജ്, ജയറാം എന്നിവർ, നാസർ, പ്രകാശ് രാജ്, കരുണാകരൻ, വിദ്യാശങ്കർ, തമിഴ് തുടങ്ങിയ നിരവധി താരങ്ങളും പ്രധാന കഥാപാത്രത്തിലെത്തുന്നു. മെയ് 1-ന് റെട്രോ ലോകവ്യാപകമായി തിയേറ്ററിലെത്തും. കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം TV സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.